ഇനി മാവൂർ റോഡിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ പൊതു ശ്മശാനത്തിലും ഈ സിലിണ്ടർ ലഭ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു എന്ന സംശയം. അനീഷ് ദേവസ്യ കോഴിക്കോട് മാവൂർ റോഡിൽ നിന്ന് ചേരുന്നു. അനീഷ്, അവിടെ നിന്നുള്ള വിവരം എന്താണ്? SKN LPG ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ മാത്രമല്ല, അതിപ്പോൾ പൊതുസേവനങ്ങളെയും കൂടി ബാധിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മാവൂർ റോഡിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ്റെ പൊതു ശ്മശാനമായ സ്മൃതിപഥത്തിലാണ്. ഇവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താളം തെറ്റിയിരിക്കുകയാണ്. പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് LPG സിലിണ്ടർ ക്ഷാമം ഇവിടുത്തെ ഗ്യാസ് ചേമ്പറിൽ മൃതസംസ്കാരം നടത്തുന്നതിനെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു കുറവ് മൃതസംസ്കാരത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ 6 മൃതദേഹങ്ങളാണ് എത്തിയത്. എന്നാൽ അതിൽ 4 എണ്ണം മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അധികൃതർ ഭാഗത്ത് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഗ്യാസ് ചേമ്പറിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു സിലിണ്ടറിൻ്റെ ലഭ്യതക്കുറവ് തന്നെയാണ് അവരും പറയുന്നത്. അതായത് ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ 25 കിലോ ഗ്യാസ് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. 25 കിലോ എന്ന് പറയുന്നത് 1.5 സിലിണ്ടർ വേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇവിടെയുള്ള ഇലക്ട്രിക് ചൂള കഴിഞ്ഞ 2 മാസമായി പ്രവർത്തനരഹിതമാണ്. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം മൃതദേഹങ്ങളും ഗ്യാസ് ചേമ്പറിലാണ് സംസ്കരിക്കുന്നത്. ഏതായാലും ഈ LPGയുടെ ഒരു ക്ഷാമം ഹോട്ടൽ മേഖലയും അതുപോലെ തന്നെ വീട്ടിലെ അടുക്കളയും മാത്രമല്ല, ഇതുപോലുള്ള പൊതുസേവനങ്ങളെയും കൂടിയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.